ദൈവം നമ്മെ പരാജയത്തിനല്ല, വിജയത്തിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ഏത് മേഖലയിൽ പോയാലും, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ നാം വിജയം കൈവരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ കൂടാതെ നമുക്കൊരു യഥാർത്ഥമായ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മളെ എപ്പോഴും ജയോത്സവമായിട്ടാണ് ദൈവം നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും നിരാശകളും ഒക്കെ കൂടെ കടന്നു വരുമ്പോഴും നമ്മളെ പരാജയത്തിലേക്ക് തള്ളിക്കളയുന്ന ദൈവമല്ല, മറിച്ച് വിജയകരമായ നമ്മുടെ ജീവിതം ചെയ്യുവാൻ, വിജയകരമായ ഒരു ഭാവി ഉണ്ടാകാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർക്കും. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച പരാജയങ്ങൾ എല്ലാം ദൈവം മാറ്റും. ദൈവം നിൻ്റെ ജീവിതത്തിൽ വിജയം തരും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിൻ്റെ കുടുംബജീവിതത്തിൽ നീ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുവാൻ ദൈവം ഇടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ ലജ്ജാകരമായ അവസ്ഥകളെല്ലാം കർത്താവ് നീക്കും. സമാധാനവും സ്വസ്ഥത കൊണ്ട് കർത്താവ് നിറയ്ക്കും. ദൈവത്തോട് പറ്റിയിരിക്കുക. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങളെയും മാറ്റി ദൈവം വിജയകരമായി തീർക്കും. നിൻ്റെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും. ഈ നല്ല ദിവസം കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. ഗോഡ് ബ്ലെസ് യു.